താൻ എന്നെ ഫോണിൽ കൂടി ഉമ്മ വയ്ക്കുന്നു. ഞാൻ കേട്ടത് അതേപടി അങ്ങോട്ട് കേൾപ്പിച്ചു. ക്ഷമിക്കണം മുതലാളി. അപ്പൊ അത്രത്തോളമായി. ഇനി എന്താണ് എന്റെ പ്ലാൻ? അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വളരെ വളരെ അടുത്തോണ്ടിരിക്കുന്നു മുതലാളി. ഇപ്പോ അവരെതുവരെ എത്തി? ഇനി അങ്ങോട്ട് എത്താൻ ഇടമില്ല മുതലാളി. രണ്ടുപേരും ഒന്നായി എന്ന് വേണമെങ്കിൽ പറയാം. തമാശ കണ്ട് രസിക്കാൻ താനും. പക്ഷെ ദോഷം പറയരുതല്ലോ. എത്ര കണ്ടാലും മതി വരില്ല മുതലാളി. മതി വരുന്നവരെ കണ്ട് രസിക്കാനാണ് ഞാൻ തന്നെ അങ്ങോട്ട് അയച്ചത്. ഫൂൾ. PP call. യെസ്, വേണു ഹോൾഡിംഗ്. ഹലോ ഡാഡി. പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം? വിശേഷമൊക്കെ നിനക്കല്ലേ, സ്വൈരം കിടുന്നത് ഞാനും. ഏതാടാ ആ പെണ്ണ്? സുധ. ഓ സുധ. നീ ചിരിക്കുന്നു? നാണമില്ലേ നിനക്ക്? അതല്ല ഡാഡി, ഞാൻ ചിരിക്കുന്നതിൽ കാര്യമുണ്ട്. കാര്യമോ? അതെ, എനിക്ക് 1000 രൂപ നഷ്ടപ്പെട്ടു. ഞാനും അച്ഛനും മണ്ടന്മാരുമായി. എന്താടാ പറഞ്ഞത്? ഈ രാമൻ പിള്ള എന്നെ പറ്റി 1000 കള്ളങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറയാറുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, കാര്യമില്ലാത്ത വിഡ്ഢിത്തരങ്ങളൊന്നും കാണിക്കണ്ട, ഡാഡി അതൊന്നും വിശ്വസിക്കില്ല. വിശ്വസിക്കുമെന്ന് അയാളും വിശ്വസിക്കില്ലെന്ന് ഞാനും. അയാൾ 1000 രൂപ പന്തയം വെച്ചു. ഇപ്പൊ തോറ്റോ ഞാൻ. സത്യത്തിൽ? അതെ ഡാഡി, ആൾ അടുത്ത് നിൽപ്പുണ്ട്, ചോദിച്ചു നോക്കണം. ആ കഴുതരകെ ഫോൺ കൊടുക്ക. നമസ്കാരം മുതലാളി. കാര്യം എന്താണെന്ന് വെച്ചാൽ, എടോ മനുഷ്യ, 1000 രൂപയ്ക്ക് വേണ്ടി താൻ എന്നോട് ഇല്ലാത്ത കള്ളമൊക്കെ പറയുമല്ലേ? ക്ഷമിക്കണം മുതലാളി, അറിയാതെ ചെയ്തു പോയ തെറ്റ്. ഇഡിയറ്റ്, താൻ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചിടോ? തനിക്ക് കളിയാക്കാൻ തമാശ പറയാൻ എന്നെ കിട്ടിയുള്ളൂ. കുറെ കൂടിപ്പോകുന്നു. മേലാൽ ഇത് ആവർത്തിച്ചാൽ തന്നെ തൊലി ഞാൻ ഉരിഞ്ഞെടുക്കും. എന്നെ ഇങ്ങനെ ത്രിശങ്ക് സ്വർഗത്തിലാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ കുഞ്ഞ്? കാര്യമില്ലല്ലേ നുണയൻ. ഒരു കാര്യം ഓർത്തോ, ഞങ്ങൾ അച്ഛനും മകനുമാണ്. എന്നാലും ഞങ്ങൾ ഒന്നായിരിക്കും. അനാവശ്യമായി ഞങ്ങളുടെ കാര്യങ്ങളിൽ തലയിട്ടാൽ പൂട്ടുന്നത് തന്റെ തലയായിരിക്കും. ഇവിടെ വിളിച്ചേക്കാം. ഞാൻ എവിടെയൊക്കെ നോക്കി. ഒരു കുരങ്ങച്ചാര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. കുരങ്ങച്ചാരോ? അതെ, ആ കുരങ്ങൻ വാച്ച് ചെയ്യുക മാത്രമല്ല, അപ്പോ അച്ഛനെ വിളിച്ച് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഫോണിൽ പറയുന്നുണ്ട്. അതിനിപ്പോ എന്താ ചെയ്യാ? ഇവിടെ അടുത്തൊരു ടൂറിസ്റ്റ് ബംഗ്ലാവ് ഉണ്ട്. ഞാൻ ഷൂട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് പോവാം. താനിനി കൂടുതലൊന്നും സംസാരിക്കണ്ട. എനിക്ക് സത്യം ബോധിപ്പിക്കാൻ ഒരവസരം കൂടി തരണം മുതലാളി. മുതലാളി ഇത്രയിടം വരണം. ഞാൻ രണ്ടുപേരെയും കയ്യോടെ പിടിച്ച് ഏൽപ്പിക്കാം. ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ മുതലാളി വേണമെങ്കിൽ എന്നെ കൊന്നോ. ശരി, ഞാൻ നാളെ വരുന്നുണ്ട്. ഇങ്ങനെ ഹോട്ടലിലും ടൂറിസ്റ്റ് ഹോമിലൊക്കെ താമസിച്ചാൽ കാണുന്നവർക്ക് എന്ത് തോന്നും? തോന്നുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ മനസ്സിലാക്കി തരാം. ഉണ്ട്. അങ്ങനെ വരട്ടെ. നീ ഇവിടെ കാവലിരുന്നു. തട്ടിയാൽ തുറക്കരുത്. റാസ്കൽ, ബീച്ചും പാർക്കും ഒന്നും പോരാഞ്ഞിട്ട് ടൂറിസ്റ്റ് ഹോമിൽ വന്നിരിക്കുന്നു.
ഹോട്ടലുകളെക്കാളും എന്തിന് കോവളം ഗ്രൂവിനേക്കാളും എന്ത് സൗകര്യമാണ് ഇവിടെ. ആരും അറിയില്ല. കൊച്ചു മുതലാളി ആളാരാ? യമണ്ടനല്ലേ? പക്ഷെ ഞാനും വിദ്യ അഭ്യസിച്ചത് അവിടെ നിന്നാണല്ലോ. താക്കോല് പൂട്ടി ആ പോക്കറ്റിൽ ഇട്ടു. ആരാത്? என்னையா பணம் எடுத்துட்டு வரல சொல்லி போய் எவ்வளவு நேரம் ஆச்சு? நேத்து ராத்திரி தூங்கவும் விடல. முட்டாள். അയ്യോ അയ്യോ, ഞാനൊന്നും അറിഞ്ഞതല്ലേ. എന്താ ഇത്? അയ്യോ, ഇന്നലെ രാത്രി മുഴുവൻ ഇയാളും ആ സ്ത്രീയും ഈ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു സാർ. രാമപിള്ളേ, അയ്യോ, ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് പോലും വർഷങ്ങൾ പലതായി. സത്യം. കടക്കട പുറത്ത്. എന്റെ പൊന്നു മുതലാളി. മിണ്ടി പോരുത്. എടാ മഹാഭാവി, നിനക്ക് ഞാൻ 10 രൂപ തന്നതല്ലേ എനിക്ക് സാക്ഷി പറയാൻ? കൊച്ചു മുതലാളി എനിക്ക് 100 രൂപ തന്നു. പിന്നെ ഞാൻ ആർക്ക് സാക്ഷി പറയണം? ആർക്ക് സാക്ഷി പറയണം? നിന്റെ തന്തയ്ക്ക് സാക്ഷി പറ. ഈ വയസ്സുകാലത്ത് ഈ നാണക്കേട് കാണിക്കാൻ തനിക്ക് എങ്ങനെ തോന്നി? അതും എന്റെ മാനേജറായിട്ട് ഇവിടെ താമസിച്ചുണ്ട്. എന്റെ പൊന്നു മുതലാളി, താൻ മിണ്ടിപ്പോകരുത്. തന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് എന്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാനും അവരെ എന്നെ അറിയിക്കാനുമാണ്. എന്നിട്ട് ഭാര്യയും മക്കളുമുള്ള താൻ നാക്കി നരയ്ക്കും പോലെ നരച്ചിട്ടും. ആ പയ്യൻ വെറുതെ പറഞ്ഞായിരിക്കും ഡാഡി. പൈസ ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കൾ രാമപിള്ളയെ മനഃപൂർവ്വം ചീത്തയാക്കാൻ വേണ്ടി. ഞാൻ കണ്ണിന് കണ്ടത് വിശ്വസിക്കരുതെന്നാണോ നീ പറയുന്നത്? നിന്നെ ചാടിക്കാൻ ഇയാൾ ഉണ്ടാക്കി കെണിയാണിത്. ഞാൻ ഇതിന് കൂട്ടുനിന്നു. ഞാൻ അനുഭവിക്കണം. ബട്ട് ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എന്തുമാത്രം തെറ്റിദ്ധരിച്ചേനെ. ഡാഡി വരുന്ന വിവരം നേരത്തെ അറിയിച്ചെങ്കിൽ ഈ വല്ല തകരാറും ഉണ്ടാവുമായിരുന്നു. ഈ ദുഷ്ടന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ നിന്നെ സംശയിച്ചു. എന്തിന്? മതി. ഇയാളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇന്നത്തോടെ അവസാനിച്ചു. രാമൻ പിള്ളേ, ആ പയ്യൻ പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ? എന്റെ പൊന്നു കുഞ്ഞെ, കഴിഞ്ഞ ജന്മം ചെയ്ത പാപത്തിന്റെ ഫലം ഈ ജന്മം അനുഭവിക്കുന്നു. എന്റെ സങ്കടം ഞാൻ ആരോട് പറയാനാണ്? ഭഗവാനെ. താൻ അവിടെ ഇരിക്കണ്ട. വീട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ. അക്കൗണ്ടൊക്കെ അവിടെ പോയിട്ട് സെറ്റിൽ ചെയ്യാം. തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. എന്റെ പൊന്നു മുതലാളി, എന്നെ വയറ്റത്തടിക്കല്ലേ. എല്ലാം ഞാൻ അങ്ങക്ക് വേണ്ടി.